ഹായ്. ചോദ്യം നോക്കിയേ. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിന്റെ ഏരിയ 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പെരിമീറ്റർ 28 ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ മിഡ് പോയിന്റ്, നടുക്കത്തെ പോയിന്റ്, മധ്യബിന്ദുക്കൾ, മിഡ് പോയിന്റ് എല്ലാം കൂടി കൂട്ടി, സൈഡുകളുടെ മിഡ് പോയിന്റ് കേട്ടാ, ഈ സൈഡിന്റെ ഇത്, ഇപ്പുറത്തെ സൈഡിന്റെ ഇവിടെ ഇത്, മിഡ് പോയിന്റുകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചു. അത് കൂട്ടി യോജിപ്പിച്ചപ്പോ നമുക്കൊരു റോംബസ് കിട്ടും. ആ റോംബസിന്റെ ഏരിയ എത്ര എന്നാണ് ചോദിക്കണേ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഒന്നും വേണ്ട. ദേ, നമുക്ക് ഈ റോംബസ് വരയ്ക്കുമ്പോഴേ റോംബസിന് രണ്ട് ഡയഗണലും കൂടി വരയ്ക്കാം. അപ്പൊ എന്താണെന്ന് അറിയാം. അപ്പൊ ആ റെക്റ്റാങ്കിൾ ഇല്ലേ, അത് 8 ട്രയാങ്കിൾ ആയിട്ട് മാറും. നോക്കിയേ, ഒന്ന് ഇവിടെ, രണ്ടാമത്തെ ഇവിടെ, മൂന്നാമത്തെ ഇവിടെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, 8 ട്രയാങ്കിൾ ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ 48 തന്നിട്ടുണ്ട്, 48 തന്നിട്ടുണ്ട്. ആ എല്ലാ ട്രയാങ്കിളിന്റെയും 8 ട്രയാങ്കിളായി, എല്ലാ ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 8 ഉണ്ട്, 48 ബൈ 8 ചെയ്താൽ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. റോംബസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് വരുന്നതാണ്. അതിനകത്ത് എത്ര ട്രയാങ്കിളിന്റെ പീസ് ഉണ്ടെന്ന് അറിയോ? 1, 2, 3, 4 പീസ് ഉണ്ട്. അപ്പൊ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ റോംബസിന്റെ ഏരിയ കിട്ടും. 6, 4, 24, 24. കഴിഞ്ഞു കഴിഞ്ഞ പരിപാടി. ഈ പെരിമീറ്റർ ഒക്കെ വെറുതെ തന്നേക്കുന്നതാണ്, അതിന്റെ ആവശ്യമില്ല. ഈ മൊത്തം 8 ട്രയാങ്കിൾ ആവും. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 6. റോംബസിനകത്ത് 4 ട്രയാങ്കിൾ വരും. അപ്പൊ 4 × 6 24. ഇത്രേ ഉള്ളൂ. ബൈ.